ഒരു വശത്ത് അയ്യോ ഞാൻ കണ്ണടച്ചാന്ന് ഒരു സംശയം ഒരെണ്ണം കൂടെ പ്ലീസ്. മറുവശത്ത് എല്ലാ പരിപാടിയും കഴിഞ്ഞ് തിരിച്ചിവിടെ എത്തിയപ്പോഴത്തേക്ക് സോഷ്യൽ മീഡിയയിൽ കുറേ കമൻറ്റുകൾ, കുറച്ച് ആളുകളുടെ വീഡിയോ ഒക്കെ കണ്ടതിന് ശേഷം ഫൈസൽ മലബാർ ഫേസ്ബുക്കിനകത്ത് എഴുതിയിട്ട പോസ്റ്റ് ഞാനിവിടെ സൈഡിൽ കൊടുക്കാം. എൻ്റെ ഗൃഹപ്രവേശന ചടങ്ങുകളിൽ സമൂഹത്തിലെ വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള നിരവധി പ്രമുഖ വ്യക്തികൾ പങ്കെടുത്തു. ആഗോളതലത്തിൽ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാതരം സൗഹൃദങ്ങളും കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. നമ്മുടെ ബെല്ലാണ്. നമ്മ ഇതിനൊന്നും പോവാൻ പാടില്ല. എന്നാൽ എന്റെ പരിപാടിയിൽ 2 കുട്ടികൾ പങ്കെടുത്തത് എനിക്ക് മുൻകൂട്ടി അറിവുണ്ടായിട്ടില്ല. പൊതുസമൂഹത്തിന്റെ സദാചാര മൂല്യങ്ങളെ വെല്ലുവിളിച്ചും സ്വന്തം മാതാപിതാക്കളെ തന്നെ ധിക്കരിച്ചും സമൂഹ മാധ്യമത്തിൽ താറടിച്ചും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അവരെ സ്വീകരിച്ചതിലൂടെ പുതുതലമുറയ്ക്ക് തെറ്റായ സന്ദേശം നൽകി എന്ന ആരോപണത്തെ മുകളിലേക്കെടുക്കുന്നു. മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എന്റെ ആത്മാർത്ഥമായ ഖേദം അറിയിക്കുകയും സമൂഹത്തോട് ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു. അത് ഇത്ര കഷ്ടമായി പോയിട്ടോ, എത്ര വിഷമം ഉണ്ടാവൂലേ? വളരെ മോശമായി പോയി. ഞാനത് നമ്മുടെ ഷെഫിന്റെ അകത്തേക്ക് ഇട്ടെടുത്ത് ഏത് ഉളുപ്പുണ്ടടാ ചക്കണക്ക്. കാരണത്തിനാല് പെടകൊള്ളാത്തതിന്റെ വിവരക്കെടാതാണ് ഈ പറയുന്നത്. ആദില നോറയെ കൃത്യമായിട്ട് ഈ ഫൈസൽ മലബാറിന്റെ മീഡിയ ടീം വിളിച്ചിട്ട് തന്നെയാണ് പോയത്. സനോവർ ഇയാൾക്ക് ഞാൻ ചോദിക്കട്ടെ, ഒരു ഇത്തിരിയെങ്കിലും ഉളുപ്പ് എന്ന് പറഞ്ഞ സാധനം ഈ ചങ്ങായിക്കുണ്ടോ? ഇത്തിരിയെങ്കിലും ഉളുപ്പ് ഉണ്ടോ അവന്? ഇവിടെ നിന്നാൽ എന്റെ പണി പോവും, ഇവിടെ നൂര അങ്ങനെ അങ്ങ് പോയാലോ? ആദില നോറയിൽ നിങ്ങൾ കണ്ട പ്രശ്നം എന്താ? മാതാപിതാക്കളെ കുറ്റം പറഞ്ഞു എന്നുള്ളതോ? എടേ, അങ്ങനത്തെ മാതാപിതാക്കളുള്ള ആൾക്കാർ മാതാപിതാക്കളെ കുറ്റം പറയാതെ എന്ത് ചെയ്യും? നമ്മുടെ തലയിൽ കയറിയിരുന്ന് നമ്മളെ ചവിട്ടി താഴ്ത്താൻ നോക്കുന്ന ചില ചൊറിയൻ തവളകൾ പിന്നെ അവർ ലെസ്ബിയൻസ് ആണെന്നുള്ളതാണോ തന്റെ പ്രശ്നം? എടോ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ താൻ വിളിച്ച കൂട്ടത്തിൽ എത്ര രാഷ്ട്രീയക്കാരും സിനിമാക്കാരും വന്നു പോയവർക്ക് എത്ര ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്? ഇവനൊക്കെ ഒരേ ഒരു സെൻസേ ഉള്ളൂ, നോൺസെൻസ്. തന്റെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതം തലക്കി പിടിച്ച കുറച്ച് ടീമുകൾ, അവർക്ക് എന്താണ് ആദില നോറയെ കാണുമ്പോൾ ലേശം പൊട്ടും. ആ പൊട്ടിയത് കമന്റ് ബോക്സിൽ വന്നു. അതെ, എങ്ങനെ മനസ്സിലായി? മോനെ, കന്നിമാസം വന്നോന്നറിയാൻ പട്ടിക്ക് കലണ്ടർ നോക്കേണ്ട ആവശ്യമില്ല. അപ്പത്തേക്ക് താൻ ഈ ഉളുപ്പില്ലാത്ത പരിപാടിയായിട്ട് ഇറങ്ങി. ഇത്തരം വേണ്ടാതീരം കാണിക്കാനുള്ള ബുദ്ധി ഈ തന്തയില്ലാത്തവന്റെ തലയിലെ ഉദിക്കൂ എന്നെനിക്ക് നന്നായിട്ട് അറിയാം. ഒരു മര്യാദ വേണ്ടേ? ഇടയ്ക്ക് കയറി കർട്ടൻ വലിക്കാൻ നിന്ന ആ കയറിൽ തന്നെ ഞാൻ കെട്ടിത്തൂക്കും. എന്നാലും എന്നോടിത് വേണ്ടായിരുന്നു. പകല് മുഴുവൻ റെസ്റ്റ് എടുക്കുന്നതുകൊണ്ട് രാത്രി ഭയങ്കര ക്ഷീണമാണ്. ഞാൻ ചെന്ന് കിടക്കട്ടെ.